ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ ആസൂത്രിതമായി ഒരാഴ്ച മുമ്പ് തന്നെ പ്രചരണ കോലാഹലങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ കോലാഹലം എന്തായിരുന്നു? അയ്യപ്പൻ്റെ പടം ഒരിടത്തുമില്ല. ആഗോള അയ്യപ്പ സംഗമമാണെങ്കിലും അയ്യപ്പൻ്റെ പടം കാണാനില്ല. രണ്ടാമത്തെ പ്രചരണം എന്ന് പറയുന്നത് നിക്ഷേപമാണിത്. ഭഗവാന്റെ പേരിൽ നിക്ഷേപം സംഘടിപ്പിക്കുന്ന ഫംഗ്ഷനാണ്. അങ്ങനെ ഒട്ടനവധി പ്രചാരവേലകൾ ചില മാധ്യമങ്ങളുടെ ആസൂത്രിതപരമായി, ആ മാധ്യമങ്ങൾ ഏത് സ്വഭാവമുള്ളവരാണെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല, തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്കറിയാം ഇതൊക്കെ കുഴപ്പമാകുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയ്യപ്പ സംഗമത്തിൻ്റെ വേദി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കാം, പത്തനംതിട്ടയിൽ വെച്ച് സംഘടിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പമ്പാ നദിക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവിത്രത, അങ്ങനെയല്ലേ സംഘടിപ്പിക്കേണ്ടത്. ഹാള് നിറയ്ക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെ സഹായിക്കുന്നത്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നത്. ആ ഗവൺമെൻറ്റിന് പെരിനാട് പഞ്ചായത്ത് ഭരിക്കുന്നതും ആ പാർട്ടിയാണ്. 2 വാർഡ് പോലെ നിറയ്ക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഞങ്ങളെന്താ ചെയ്തത്? 4126 പേർ, വിദേശത്തു നിന്ന് വന്ന 182 പേർ, കേരളത്തിൽ നിന്ന് ഇത്ര പേർ, കർണാടകത്തിൽ നിന്ന് ഇത്ര പേർ, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇത്ര പേർ, അങ്ങനെയുള്ള കൃത്യമായ ഡെലിഗേറ്റ്സാണ് ഞങ്ങൾ വന്നത്. ശബരിമല ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ ഞങ്ങൾക്ക്: ശബരിമലയിൽ വരുന്നവരായിരിക്കണം, ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവരായിരിക്കണം. ഞങ്ങൾക്ക് ഏതാണ്ട് 15 ലക്ഷം ഡേറ്റയുണ്ട് ഞങ്ങളിൽ, വെർച്വൽ ക്യൂ. ആ വെർച്വൽ ക്യൂവിൽ നിന്നും അത് 4 ലക്ഷമായി ചുരുക്കി, അതിൽ നിന്നും ആപ്ലിക്കേഷൻ വിളിച്ച് 5000 പേരെയാണ് സെലക്ട് ചെയ്തത്. 4864 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ 3000 പേരെയാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തത്, നമ്മൾ ഡെലിഗേറ്റായി ക്ഷണിച്ചത്. ആ 3000 പേരിൽ നിന്നും ഏതാണ്ട് 2000-ലധികം ആളുകൾ വന്നു. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സാമൂഹിക സാമുദായിക സംഘടനാ പ്രതിനിധികളും ഒക്കെ ആയി. പിന്നെ മറ്റ് ദേവസ്വം ബോർഡുകളിൽ നിന്നും, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, പിന്നെ മലബാർ ദേവസ്വം ബോർഡ്, അവിടെ നിന്നുള്ള പ്രതിനിധികൾ, അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അവർ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ, അങ്ങനെ എല്ലാം കൂടിയാണ് 4000-ലധികം ആളുകൾ വന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന പ്രതിനിധികളുടെ കാര്യമാണ്. എന്ന് വെച്ചാൽ ലോകത്ത് നിന്ന് വരുന്ന, ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളവിടെ കണ്ടത്. അവർ സംഘടിപ്പിച്ചു, ഒരു കുഴപ്പമില്ലാതെ പോയി. ഞങ്ങളുടെ ലക്ഷ്യം മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി നടന്നു. അതിൻ്റെ ഒരു കൺസെപ്റ്റ് നോട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് വെച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 18 കമ്മിറ്റി എടുത്ത് തന്നു.